ആകെ വരണ്ടല്ലോ. നീ എങ്ങനെ ഏട്ടന്റെ ജീപ്പിൽ കയറിയത്? ഡാഡിയുടെ ഓഫീസിൽ വെച്ച് കണ്ടു, മുട്ടി, ലിഫ്റ്റ് ചോദിച്ചു, തന്നു, അത്ര തന്നെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് താൻ എന്റെ ബോയ് ഫ്രണ്ട് ആണ്, ആളൊരു തെമ്മാടിയാണ് എന്നൊക്കെ. എന്റെ അമ്മയെ തൊലച്ചു. എന്നിട്ട് സ്വന്തം മാങ്ങാ തൊലി. എടി എടി വാരസ്യാറെ, അമ്പലവാസി പെണ്ണെ, നിന്റെ പുറകെ ഇന്നു മുഴുവൻ ബാലാട്ടി നടക്കാനേ ഈ ഹരിശങ്കരനെ കിട്ടില്ല. ഓ പോയി വേറെ ആളെ നോക്ക്. മണിക്കൂർ ഒന്നായി ബാക്കിയുള്ളവരോട് വായും പൊളിച്ച് നിൽക്കുന്നു. ഹരി പ്ലീസ് വേണങ്ങല്ലേ. ലുക്ക്, രേഖ വാര്യർ is immensely rich today and isn't for any escapade, you just name it. എനിക്ക് പോണം, ക്ലാസ് ഉണ്ട്. പ്ലീസ് ഹരി, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ ഹരിക്ക്? ഇന്നെന്താ നിന്റെ ബർത്ത്ഡേയോ? പിന്നെ ഇന്നാണ് എനിക്ക് ശരിക്കും സെലിബ്രേറ്റ് ചെയ്യാനുള്ള ദിവസം. അറിയില്ലേ, എന്റെ മമ്മി ഡോക്ടർ വിമല വാര്യർ എന്നെയും എന്റെ ഡാഡിയെ ഉപേക്ഷിച്ച് വേറൊരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോയതിന്റെ 12th ആനിവേഴ്സറി ആണിന്ന്. മഹത്തായ 12ാം വാർഷികം. ഹരി പ്ലീസ് ഹരി, വയ്യ, ഇന്ന് എന്നെ തനിച്ചാക്കരുത് പ്ലീസ്. താങ്ക് യു ഹരി, താങ്ക് യു സോ മച്ച്. ഓക്കെ സ്കിപ്പ് ഇറ്റ് യാർ. ഇന്ന് കംപ്ലീറ്റ് ക്ലാസ് കട്ട്. ഇന്ന് മുഴുവൻ നമ്മൾ ഒരുമിച്ച് ചെത്തുന്നു. പബ് എങ്കിൽ പബ്, പാർലർ എങ്കിൽ പാർലർ, ഡിസ്കോ എങ്കിൽ ഡിസ്കോ. എവിടെയായിരുന്നു ഇതുവരെ? വലിയേട്ടൻ ഉറങ്ങിയോ? എപ്പോഴേ. ആ പിന്നെ കുഞ്ഞേട്ടാ, ആ വാരീച്ചാര ആള് കേമി തന്നെ. എന്തൊക്കെയാ പറഞ്ഞു കൊടുത്ത് വലിയേട്ടനോട്? അയ്യോ, എന്നിട്ട് വലിയേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, ചെവിയേട്ടൻ ഡൽഹിന്ന് വന്നാലുടനെ കുഞ്ഞേട്ടന്റെയും വാരീസാരുടെയും കല്യാണം നടത്തി തരാൻ പോണെന്നോ, കമ്മീഷണറോട് 5 ലക്ഷം സ്ത്രീധനം ചോദിക്കാൻ പോണെന്നോ ഒക്കെ പറയുന്ന കേട്ടോ എടുത്തിയോട്. പെണ്ണേ കളിക്കരുത്, വയറ്റിൽ തീയായോടെ. ഇത്രയൊക്കെ മഴ നടന്ന് നടന്നിട്ടും നിന്റെ തീ കെട്ടില്ലേ മോനെ ഹരിശങ്കര? ഏട്ടാ ഇന്നാ തല തോർത്ത്. ഈയിടെ ഇത്തിരി കൂടുന്നുണ്ട് നിന്റെ ചുറ്റി സഞ്ചാരം. സൂക്ഷിച്ചു മതി ശകാരം. ഇനി ഇതിന്റെ പേരിൽ ഇവനെങ്ങാനും ചെന്ന് കമ്മീഷണർ സാറിനോട് പരാതി പറഞ്ഞാൽ അങ്ങേർക്ക് തള്ളാൻ പറ്റില്ല. എനിക്ക് സസ്പെൻഷനിലേക്ക് വീട്ടിൽ വരും. എവിടെയായിരുന്നാ ഈ പാതിരാവരെ? ഏട്ടാ ഞാൻ കമ്പൈൻഡ് സ്റ്റഡീസ് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ആ കുട്ടി ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണെന്നല്ലേ സുധ പറഞ്ഞത്. ഇനി മുതൽ എന്റെ കുഞ്ഞിങ്ങനെ വെയിലും മഴയും കൊണ്ട് അലഞ്ഞു നടന്ന് പഠിക്കണ്ട കേട്ടോ. നീ കുറച്ച് രാസാദി പൊടിയെടുത്ത് ഇവനെ നിറകയിലിട്ടൊന്ന് തിരുമ്പിക്കൊടു, പനി പിടിക്കാതിരിക്കട്ടെ. ദേവി നിങ്ങൾ വെറുതെ ബഹളം ഉണ്ടാക്കരുത്. മൂസക്ക ഇപ്പൊ കാണാൻ പറ്റില്ല, ബോസ് വീട്ടിലാണ്. കാണാ വേണ്ടെന്ന് മൂസ ജയിക്കും. ഉമ്മാന്റെ ഒരു ബോസ്. நல்லா இருக்கு. எத்தனை லோட் ചോദിക്കുന്നുണ്ട് തിരുച്ചൂർ പാർട്ടി? 50 ലോഡ്. 10 ലോഡ് ആദ്യം. ഡീലിംഗ്സ് കറക്റ്റ് ആണെന്ന് മീതി. അല്ല, അവര് 50 ലോഡിന് അഡ്വാൻസ് ക്യാഷും കൊണ്ട് അവിടെ ആള് വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. എന്നാടാ കമ്മീഷൻ വെട്ടിട്ടീங்களா? അപ്പാ வாடா 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 മോനെ வாடா. இன்னைக்கு அவனது பிறந்த நாள், பர்த்டே. ஏண்டா മോനെ ചോറ് റെഡിയാ? റെഡി. വാ വാടാ. അതിന്റെ മോനെ ഇറങ്ങി വരാൻ. മുസക്ക എന്താ ഇത്? പന്നികളെ ഇറങ്ങി വരിക. ഈ നമ്മളെ തൈനല്ലേ? ഈ എന്നെ തൈഞ്ഞിട്ട് തൃശ്ശൂരുകാരി ഏട്ടന്മാർക്ക് സ്പിരിറ്റ് കൊടുക്കാൻ പോണു അല്ലേ? നമുക്ക് ഇതാ മൂസക്ക, ഇത് വീട്, ബിസിനസ് ഓഫീസിലെ ഇവിടെ വേണ്ട. അന്റെ ഒരു ആഫീസ്. ഗൗഡേ, ഈ എനിക്ക് സ്പിരിറ്റ് തരണം. 50 ലോഡ്. മൂസക്ക, ചെക്ക് പോസ്റ്റിൽ പിടിച്ചുപോയി എക്സ്ക്യൂസ് പറഞ്ഞ കണക്കില് ലക്ഷങ്ങൾ ഇങ്ങോട്ട് വരാനുണ്ട്. ആദ്യം അതിരട്ടെ, എന്നിട്ട് മതി ബാക്കി ഇടപാട്. അന്റെ ബോസിന്
രണ്ട് ഓട്ടമുക്കൽ ഒരുമിച്ച് കണ്ടാൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന കാലത്ത് 1000 രൂപ നോട്ടിന്റെ പെരുന്നാൾ കണ്ടവനാ ഈ മൂസ. എന്റെ ഒരു ലക്ഷം ഒന്ന് പോളായി മാറേ. എടാ കൃഷ്ണ, എടാ ഈ ലക്ഷം എന്നൊക്കെ കേട്ടാല് മൂസ കിടുങ്ങത്തില്ല, പച്ചക്കിത ഇവൻ കിടുങ്ങും. കിടുങ്ങിയിട്ടുണ്ട്. അന്നിവന്റെ ഇത്രയും മുയിപ്പുള്ള സൂര്യദേവരാജ ഗൗരിയൊന്നുമല്ല. എന്റെ ലോറിയിലെ വെറും കിളിയാണ്, കിളി. വെറും ദേവരായൻ. അന്നെന്റെ ബെൽറ്റെ തിരികെ 100ന്റെ നോട്ട് കണ്ടിട്ട് ഇവന് കുളിരും പനിയും വന്നിട്ടുണ്ട് ഇല്ലടാ. 5 പുച്ഛമുണ്ടല്ല, അത് മൂസോട് വേണ്ട. അതങ്ങ് കുഞ്ഞബ്ദുലിന്റെ അവിടെ വെച്ചാ മതി. കുട്ടു, വാളയാർച്ചരത്തിൽ ക്ലിയറിംഗും കാത്തു കിടക്കുമ്പോ നീ എനിക്കിവിടെ ഉമ്മാനെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇന്ന് മൂസാന്റെ കൈ പണം ഉണ്ടായിരുന്നെങ്കിൽ നീ എനിക്ക് ഇവിടെയും കൂടി തന്നേനെ, ഈ ബാസന്തിനെ. ഇല്ലടാ നായേ, 5 ഒറ്റ വണ്ടി പോലും ചൊരവിറങ്ങി കേരളത്തിൽ കേറൂലടാ. ഈ മൂസ കേറ്റൂല. അയാൾ അമ്മയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? എന്തിനാ അയാൾ ഇങ്ങനെ അടിക്കുന്നത്? എടാ എന്തായി? ഈ നാട്ടില് സ്പിരിറ്റിന്റെ കച്ചവടമുള്ള സകല തെണ്ടിന്റെയും പടി നിരങ്ങിട്ട ഞമ്മള് പിന്നെയും വന്നത്. നീയും കൂടി നമ്മളെ സഹായിച്ചില്ലെങ്കിലേ. മുസക്ക, ഞാൻ പറഞ്ഞല്ലോ, ഗൗഡയുമായിട്ട് തെറ്റിയ സ്ഥിതിക്ക് നിങ്ങൾ ഇനി ബാംഗ്ലൂർ സിറ്റിയിൽ നിൽക്കുന്ന ബുദ്ധിയല്ല, നാട്ടിലേക്ക് തിരിച്ചു പോകണം. അല്ലെങ്കിൽ പുല്ലി. എടോ ശ്രീരാമ, ഇവിടെ ഞമ്മക്ക് നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരിടത്തും ഞമ്മക്ക് നിൽക്കാൻ പറ്റൂല. അതാ മക്കളെ നമ്മുടെ കണ്ടീഷൻ. മൂസാക്കാന്റെ ജീവരക്ഷയെ കരുതിയാ ഞാൻ പറയുന്നു. രക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം ഹിമാറെ? തിരിച്ച് പെറ്റുമാന്റെ ബൈക്കിലോട്ട് കയറി പോണ? അല്ല, മാമ ഇപ്പോഴും നാട്ടിൽ ഭരണത്തിൽ പങ്കുള്ള പാർട്ടിയുടെ നേതാവല്ലേ? നമുക്ക് അത് വെച്ച് ഗൗഡി ഒന്ന് വരട്ടി. ഇജ്ജവനെ വരട്ടണ്ട. നോക്ക്, എന്റെ ഈ കാശുണ്ടായിരുന്ന കാലത്ത് അനക്കും ഗൗഡക്കൊക്കെ ഞാൻ ബാരിക്കൂരി തന്നിട്ടുണ്ട്. എനക്കറിയാലോ. ഇന്ന് അവന് കാണുന്ന നിലയും വിലയൊക്കെ ഈ മൂസാനെ കൊണ്ടുണ്ടാക്കിയതാ. എന്നിട്ട് ഞമ്മക്കൊരു കഷ്ടകാലം വന്നപ്പോ ഓൻ നമ്മുടെ മോന്തിക്കെട്ടി ചവിട്ടി. നന്ദി കെട്ട നായിന്റെ മോൻ. മൂസക്ക ഇത് കണ്ടല്ലോ, 10-25 കൊല്ലം നിഴല് പോലെ കൂടെ നടന്നതിന് ഗൗഡ തന്ന പ്രതിഫലമാണ്. തെറ്റിപ്പിരിഞ്ഞപ്പോ കൊല്ലാൻ നോക്കിയതാവൻ ഒന്നല്ല പലതവണ. ചാവാതെ രക്ഷപ്പെട്ടത് ബുദ്ധി കൊണ്ടും ബലം കൊണ്ടൊന്നുമല്ല, ഈ വരയുടെ നേരുകൊണ്ട. മുസക്ക, ഗൗഡയ്ക്കെതിരെ ഒറ്റയ്ക്ക് പിടിച്ചിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ടാ എല്ലാം നിർത്തിവെച്ചിട്ട് ഞാൻ ഈ ഫാം തുടങ്ങി ഇവിടെ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത്. മൂസക്കാനെ ഞാൻ എങ്ങനെ സഹായിക്കും? ഒരുപാട് കടവുണ്ടോ ശിവരാമ? തല കുനിച്ചു പിടിച്ച് നാട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ ഈ മൂസാക്കിന് കഴിയൂല. ഈ എനിക്കൊരു കുഞ്ഞു സഹായം ചെയ്യണം. വഴിയരികിൽ എവിടെയെങ്കിലും ഈ മൂസാക്ക ശത്ത് കിടക്കുന്നെന്നറിഞ്ഞാല് എന്റെ മയ്യത്ത് എന്റെ പുറയിലെത്തിച്ചു കൊടുക്കണം. എന്റെ ബേബിന്റെ അടുത്ത്, എന്റെ മോള് കുഞ്ഞുപാത്തുമാന്റെ അടുത്ത്. ഈ കണ്ടിട്ടില്ലേ ഓളെ? ഈ ചെറുവരലിന്റെ അത്ര ഉള്ളപ്പോ ഈ ഓളെ എടുത്തോണ്ട് വന്നിട്ടില്ലേ? എടോ, ഓളിപ്പോ ഒരുപാടങ്ങ് വളർന്നു വലുതായി പോയടോ. അപ്പേ വളയിലും കഴിഞ്ഞ് നിൽക്കുക. എന്റെ മയ്യത്തും കൊണ്ട് ചെല്ലുമ്പോ ഈ കുഞ്ഞുപാത്തുമോട് പറയണം, ഓളെ നിക്കാഹ് കഴിച്ചയക്കാനുള്ള കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടെ ബാപ്പ ഒരുപാട് ശ്രമിച്ചു എന്ന്, എന്നിട്ടും എന്നെ കൊണ്ട് കയ്യാണ്ട് പോയി എന്ന്. ഓളോട് നീ പറയണം, ഓടെ ബാപ്പ തോറ്റുപോയി എന്ന്. മുസ്ക, ഇത് മുരുകൻ, എന്റെ പാർട്ണറാ. അസ്സലാമു അലൈക്കും. ഞമ്മള് അറിയാം, പണ്ട് ഗൗഡയേക്കാൾ വലിയ മുതലാളിയായിരുന്നപ്പോ കണ്ടിട്ടുണ്ട്. അന്നെന്റെ അപ്പൻ
ഗൗഡയുടെ ഡ്രൈവറായിരുന്നു പഴനി. ഓഹോ, പഴനി ഇപ്പോ എന്ത് ചെയ്യുന്നു മോനെ? കൊന്നുകളഞ്ഞു. ഗൗഡയ്ക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കാൻ ആർക്കാ അവകാശമുള്ളത്? ഒറ്റുകാരനാണെന്ന് ആരോ പറഞ്ഞു കൊടുത്തപ്പോ ഗൗഡ വിശ്വസിച്ചു. കാലത്ത് പണിക്ക് പോയ അപ്പന്റെ ശവം പോലും പിന്നെ കണ്ടിട്ടില്ല ഞങ്ങൾ ആരും. മൃഗ, മൂസക്കായ്ക്ക് കുറച്ച് ചരക്ക് വേണം. നീ അവളെ ഒന്ന് വിളിക്ക്. സാന്ദ്രേ. വിളിക്കുന്നുണ്ട്. അണ്ണനാ? தம்பி, அந்த பொண்ணு மூசாவுக்கு ஸ்பிரிட் கொடுக்கறதா கேள்விப்பட்டேன். சொல்லியாச்சு. யார் இவன் சொன்னானா? அதெல்லாம் சரியா சொல்லிடுவான்ல. ஆனா அதுல ஒரு சின்ன ப்ராப்ளம். அந்த மூசா கையில காசு கிடைச்சிடுச்சுன்னா அவனுக்கு ஆகாசமும் தெரியாது, பூமியும் தெரியாது, கல்லும் தெரியாது, மண்ணும் தெரியாது, எந்த அளவுக்கு எங்க போவானே தெரியாது. அப்ப சாந்திரே? சேச்சே, அந்த பொண்ணு அப்படி இல்ல. அவ கொடுத்தா தானே இவன் வாங்குவான், இவன் வாங்கினா தானே அவ கொடுப்பா. ஆனா அந்த மூசா ஸ்பிரிட் வாங்குறதுதான் நம்ம பிரச்சனைய. அதை தடுத்து நிறுத்த உன்னால முடிஞ்சா பாரு. டேய் டேய், அங்கதான் நானும் வரேன். இப்ப நீ என்ன பண்றன்னா, போய் அந்த மூசாவை பாக்குற. அது சொல்ல தேவையாண்ணா? என் தம்பினா தம்பிதான். போடா போடா, போயிட்டு போ போ போ. പന്നികളെ നീ കഴിവെന്ന് ഞമ്മക്കറിയാൻ പാടില്ല. ഒന്നുമില്ലേ നമ്മള് അണികിട്ടുണ്ടെങ്കിൽ തല നമ്മൾ കർപ്പിക്കും. ഗൗഡയെ തോൽപ്പിച്ചിട്ട് ഈ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി അല്ലടാ? മലയാളിയായി പോയോണ്ട് നിനക്കൊരു എല്ല് കൂടുതലാണല്ലേടാ? ഇവൻ എല്ലാ സത്യവും പറഞ്ഞിട്ട് നിൽക്കുക. മര്യാദക്ക് സംഭവിച്ചു. ഗൗഡയല്ലേ നിന്നെ പറഞ്ഞയച്ചത് മൂസയെ കൊല്ലാൻ? നീ വാ തുറക്കല്ലേടാ? പറയടാ. നീ പറയില്ല. പോലീസിന്റെ പിടിപ്പെട്ടത് രണ്ടും നിന്റെ ഗാംഗിലെ ആൾക്കാരാണ്. കവേർഡ്സ്. അവര് എന്നെ കുറിച്ച് എന്തെങ്കിലും പോലീസിനോട് പറഞ്ഞാൽ കൊന്നുകളയും. ചന്ദ്ര, എന്നടാ ഇതെല്ലാം? ഉട ഉടനെ കൈയിടാ. എടാ കൈ വേട എന്തേ വേട എന്റെ പക്കം. ഇതെല്ലാം ഞാൻ പാത്തുറവാ. யாரா ஒருத்த கழுத போய் நான் ஆபீஸ்ல வந்து നോക്ക്. പോ പോടാ മരമുണ്ട. എടോ, താനെ ഗൗഡയുടെ ആൾക്കാരെയും തുറന്നുവിട്. അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടില്ല സാർ. കസ്റ്റഡിയിലുള്ള രണ്ടാൾക്കാരുടെ മൊഴി വളരെ ലീഡിംഗ് ആണ്. ദേ ക്യാൻ ഗീവ് സ്ട്രോങ് prima facie evidence against ഗൗഡ. അത് കേട്ടിട്ട് ഇനിയിപ്പോ ഗൗഡയുടെ പുറകെ പോകാനാണോ തന്റെ പരിപാടി? സാർ. നോ സാർ. വേണ്ട. ഗൗഡയെ തൊട്ടുള്ള കളി വേണ്ട. സൂക്ഷിക്കണം, പേടിക്കണം. അങ്ങനെ പേടിക്കാൻ ഈ ഗൗഡയുടെ മേലാഫീസറൊന്നും അല്ലല്ലോ സാർ. ജയശങ്കർ, യു ഹേർഡ് വാട്ട് ഐ സെഡ്? എടോ, ഇത് അധോലോകത്തെ ശക്തികൾ തമ്മിലുള്ള യുദ്ധമാണ്. അത് അങ്ങനെയൊക്കെ അങ്ങ് നടന്നോളും. കൊണ്ടും കൊടുത്തും അവര് കണക്ക് തീർത്തോളും. നമ്മൾ പോലീസുകാർ അതിലൊന്നും ഇടപെടണ്ട.
നമുക്ക് വല്ല മുച്ചീട്ട് കളിക്കാരെയോ പോക്കറ്റ് അടിക്കാരെയോ ഒക്കെ പിടിച്ച് അങ്ങ് ജീവിച്ചാ പോരടൂ. അല്ലെങ്കിൽ തന്നെ ഈ ചത്തുപോയ മൂസ ജീവിച്ചിരുന്നിട്ട് ഈ നാടിന് എന്താ കോണം? ആർക്കാ പ്രയോജനം? ഈ ടു വാസ് എ ക്രിമിനൽ, എ സ്മഗ്ലർ, എ ബൂട്ട്ലെഗർ, ടോട്ടലി ഇല്ലിസിറ്റ് ആൻഡ് വാട്ട് നോട്ട്. സമ്മതിച്ചു സാർ. പക്ഷേ മരിച്ചതാരായാലും കൊന്നവൻ നിയമത്തിന്റെ കണ്ണിൽ കൊലപാതകയാണ്. ആൻഡ് സാർ, ഐ ഫീൽ ദാറ്റ് ഐ ആം ബൗണ്ട് ടു ബുക്ക് ദ അസാസിൻസ്. ഐ സെഡ് നോ. പ്രതികളെ പിടിക്കേണ്ടതാണ് സാർ. യെസ്, ഇറ്റ്സ് ആൻ ഓർഡർ. സോറി സാർ, ഉത്തരവാണെങ്കിൽ ഐ വാണ്ട് ഇറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. വാട്ട് യു മീൻ? ഡെപ്യൂട്ടി കമ്മീഷണറുടെ സീൽ വെച്ച വെള്ളക്കടലാസിൽ അങ്ങനെ എനിക്ക് എഴുതി ഒപ്പിട്ട് തരേണ്ടി വരും. എങ്കിലേ ഞാൻ അനുസരിക്കും. അങ്ങനെ തയ്യാറാണെങ്കിൽ ക്ലിയർ ഔട്ട് യു ഫൂൾ. കർത്തവ്യ നിർവഹണത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥന്റെ പര്യായം പൂളെന്നാണെങ്കിൽ താങ്ക് യു സാർ. അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടമാണ്, അഭിമാനമാണ്. പക്ഷേ സാർ, ഈ ഫൂളിന്റെ മേലുദ്യോഗസ്ഥനും ഉണ്ടാവണമല്ലോ ഒരു വിശേഷണം, അല്ലേ? അതെന്താവും? ഇഡിയറ്റ് എന്നോ? ഷാൽ ഐ കോൾ യു ആൻ ഇഡിയറ്റ്? I say you get out!